വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഒരു 10 മിനിറ്റ്. പിന്നെ വേറെന്താ വിശേഷം? നീ ആകെ മാറി. നാട്ടിൽ സാരിയിലും ചുരിദാറിലും മാത്രം കണ്ടിട്ടുള്ള നിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിൽ കാണുമ്പോൾ അത്ഭുതം തോന്നും. ഇത് ദുബായ് അല്ലേ മോനെ, ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തെ? യാ ട്രൂ. എങ്ങനെയുണ്ട് ദുബായ്? ഓ ഇറ്റ്സ് അമേസിങ്. ഞാനിവിടെ വന്ന ഉടനെ തന്നെ ഗോസ് ആൻഡ് ടൂർസിൻ്റെ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഇവിടെ അബുദാബി ദുബായ് ഫുൾ എല്ലാ ഫേമസ് ലാൻഡ് മാർക്സിലും കൊണ്ടുപോയി അവരുടെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു. ഓ ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം കേട്ടോ. ഭയങ്കര ഹാപ്പിയാണല്ലോ നീ. യാ, സത്യത്തിൽ ഫ്രീഡം എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സന്തോഷം എന്തുവാന്ന് ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഡിവോഴ്സ് കിട്ടി അല്ലേ? യെസ്, ഇപ്പോൾ 7 മാസമായി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4 മാസമായില്ലേ? ജോലി എന്തെങ്കിലും? ഇല്ല, നോക്കുന്നു. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെ പോകും? മന്ത്ലി 25,000 റുപ്പീസ് എൻ്റെ അക്കൗണ്ടിലോട്ട് വീഴും ഫ്രം എക്സ് ഹസ്ബൻഡ്. കോടതി വിധിയുണ്ട്. ഇവിടെ നിൽക്കാൻ തൽക്കാലം അതൊക്കെ മതി. വേറെ ഒന്നും ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല. നിനക്ക് നാണമുണ്ടോ? ലേശം ഉടുപ്പ്. ഫോർ വാട്ട്? എടാ, ഇതൊരു പെണ്ണിൻ്റെ അവകാശമാണ്. അതാണ് കോടതി എന്നോട് നിന്നത്. അവകാശം? എടി, നിന്റെ ഹസ്ബൻഡിന് ഒരു മാസം ഇവിടെ കിട്ടുന്ന സാലറി 3000 ദിറംസ്. അതിൽ 750 ദിറംസ് ബെഡ് സ്പേസിനും 350 ദിറംസ് ഫുഡ് കഴിക്കാനും 300 ദിറംസ് അയാൾക്ക് ഒരു മാസം ജോലിക്ക് പോകാനും വേണം. ഇതെല്ലാം കഴിഞ്ഞ് ആകെയുള്ളത് 1600 ദിറംസ്. അത് നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടിൽ 38,000 രൂപ. എടി, അതിൽ നിന്നാണ് വീടിൻ്റെ ലോൺ, കാറിൻ്റെ CC, നിന്റെ എക്സ്പെൻസ്, കുടുംബത്തിൻ്റെ ചെലവ്, ഇതെല്ലാം അയാൾ നടത്തിക്കൊണ്ട് വന്നത്. അയാൾ ഇതുവരെ അയാൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ. അപ്പം നീയും അയാളുടെ സൈഡ് തന്നെ അല്ലേ? എന്നെ മനസ്സിലാക്കാൻ മാത്രം ആരുമില്ല. എടാ, നിന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, നീ എഡ്യൂക്കേറ്റഡ് ആണ്, നിനക്ക് ലാംഗ്വേജ് ഉണ്ട്, കാണാനും സ്മാർട്ടാണ്. 4 മാസമായിട്ടൊരു ജോലി കിട്ടാത്തത് നിൻ്റെ മാത്രം കുഴപ്പമാണ്. അയാൾ അയക്കുന്ന പൈസ അക്കൗണ്ടിലേക്ക് വരുന്നത് നോക്കി നിൽക്കാതെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടി ജീവിതം സക്സസ് ആക്കി കാണിക്കുക. അതാണ് വേണ്ടത്. ഞാനൊരിക്കലും നിയമത്തിനെതിരല്ല. അത് അവകാശപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. നിന്നെ പോലുള്ള 1-2 ആളുകൾ കാരണം അവർക്ക് കൂടിയാ ചീത്ത പേര്. പോട്ടെ, ബൈ. താങ്കളുടെ അക്കൗണ്ടിൽ രൂപ 25,000 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ട്.